ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇതുപോലെ മുരിഞ്ഞിട്ടുള്ള സോയാബീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് സോയാബീൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മളിതേപോലെ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒരു വട്ടോടെ കഴുകി എടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി വേണം. മുളക് പൊടി സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ഞാൻ ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ കൈവച്ചൊന്ന് ഞെരണ്ടി അതിലേക്കൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ആ ഓയിലിലേക്ക് സോയാബീൻ ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ച് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ വരുന്നത്. ടാറ്റാ, ബൈ.